മാർവലിൻ്റെ സാന്റിയാഗോ കോമിക്കോണിലെ ഹോൾ എച്ചിലെ ഇവൻറ്റ്സ് എല്ലാവരും കണ്ടു കാണും. ഇന്നലെ ഒരു വലിയ മേജർ അപ്ഡേറ്റ് ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. റോബർട്ട് ഡൗണി ജൂനിയർ തിരിച്ചു വരുന്നു മാർവലിലേക്ക്. ടോണി സ്റ്റാർക്കായിട്ടല്ല വരുന്നത്, വിക്ടർ വാൻ ഡൂമായിട്ടാണ് വരുന്നത്. അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. ആക്ച്വലി ഇത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു, ഒരു റൂമർ ഉണ്ടായിരുന്നു ഇങ്ങനെ RDJ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. നമ്മളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇതൊരു വലിയ സർപ്രൈസിങ് എലമെൻ്റായിട്ട് അവർ കൊണ്ടുവന്നു. അതൊരു ഭയങ്കര മാസീവ് ഓളം തന്നെയാണ് ഫാൻസിനിടയിൽ കൊണ്ടുവന്നിട്ടുള്ളതും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം 3 സിനിമകളാണ് ഇവർ മെയിനായിട്ട് ഇന്നലെ ആ ഒരു ഹോളച്ചിൽ അനൗൺസ് ചെയ്തത്. അതിൽ ഒരു സിനിമ സീക്രട്ട് വാർ എന്ന് പറയുന്ന സിനിമ 2023 സാന്റിയാഗോ കോമിക്കോണിൽ അനൗൺസ് ചെയ്തൊരു സിനിമയാണ്. അന്ന് അനൗൺസ് ചെയ്തൊരു സിനിമ അവർ ക്യാൻസൽ ചെയ്തതിന് ശേഷം വേറൊരു സിനിമ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 സിനിമകൾ. അതിൽ ഫസ്റ്റ് അനൗൺസ് ചെയ്തത് ഫാൻറ്റാസ്റ്റിക് ഫോർ ആണ്. ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ കാസ്റ്റിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പറഞ്ഞതുമാണ്. അതല്ലാതെ പുതിയതായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവഞ്ചേഴ്സ് 5 ഡൂംസ് ഡേ എന്ന് പറയുന്ന സിനിമയാണ്. 2026 മെയിലായിരിക്കും ഈ ഒരു സിനിമ റിലീസാകാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് 2027 അവഞ്ചേഴ്സ് സീക്രട്ട് വാറും റിലീസാകും. അപ്പോൾ ഈ 3 സിനിമകളാണ്. ഇതിനിടയ്ക്ക് തണ്ടർബോൾട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നേരത്തെ അനൗൺസ് ചെയ്ത സിനിമകളായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പം അതിൻ്റെ കാസ്റ്റിനെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക, ബ്രേവ് ന്യൂ വേൾഡ്, അതെല്ലാം ഉണ്ട്. ഞാൻ ഇപ്പം ഫ്രഷായിട്ട് പറഞ്ഞ 3 സിനിമകളെ പറ്റിയാണ് പറയുന്നത്. അപ്പം ആദ്യം പറയുന്നത് ഫാൻറ്റാസ്റ്റിക് ഫോർ ആണ്. ഫാൻറ്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് സിനിമയുടെ പേര്. അത് കുറച്ചൊരു അതായത് ആ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോർ ഫാമിലിയെ പറ്റിയിട്ട് കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും കിടിലൻ കാസ്റ്റൊക്കെയാണ് സിനിമയിലുള്ളത്. ഒരു എൻ്റയർലി പുതിയ ഒരു ടൈം ലൈനിലൊക്കെ ആയിരിക്കും സിനിമ നടക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ഫാൻറ്റാസ്റ്റിക് ഫോറിനെയൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു സിനിമ കാണാനായിട്ടൊക്കെ പോകാൻ. അതൊക്കെ നമുക്ക് അപ്ഡേറ്റ് വരുന്ന സമയത്ത് പറയാം. നമ്മളിപ്പോൾ പറയാനായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാർവൽ ജീസസ് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതും ഒരു സാത്താനായിട്ടാണ് തിരിച്ചു വന്നത്. RDJ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഭയങ്കര മാസമായിട്ട്. അയൺമാനകത്ത് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ ടോണി സ്റ്റാർക്കിൻ്റെ, അകത്തെ ഒരു കിടിലൻ ഇൻട്രൊഡക്ഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഫാൻ തിയറികൾ ഇന്നലെ തൊട്ട് ഫാൻ തിയറികളുടെ മേളമാണ്. ഇപ്പോൾ ഒരു 1000കണക്കിന് ഫാൻ തിയറികൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമയിൽ RDJ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം എർത്ത് 616 ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരേ ഫേസാണ്, ടോണി സ്റ്റാർക്കിൻ്റെ അതേ ഫേസുള്ള ഒരു സൂപ്പർ വില്ലനായിട്ടാണ് വരുന്നത് RDJ. അപ്പം ആ ഒരു എർത്തിലായിരിക്കത്തില്ല നടക്കുന്നത്, വേറെ ഏതെങ്കിലും ഒരു പാരലൽ യൂണിവേഴ്സിലൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഈ ഒരു ഡൂംസ് ഡേ എന്ന് പറയുന്ന സിനിമയിൽ ഫാൻറ്റാസ്റ്റിക് ഫോറും തണ്ടർ ബോൾസും അപ്പിയർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ സീക്രട്ട് വാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈഡർമാനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമൊക്കെയാണ്. കോമിക്സ് വായിച്ചിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പം കുറേയധികം ഫാൻ തിയറികൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഹോപ്പ് തരുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് റൂസോ ബ്രദേഴ്സാണ്. റൂസോ ബ്രദേഴ്സ് വരുന്നുണ്ട്, സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. അപ്പം ഇവർ അത് കഴിഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തു ഷോൺ ലെവി അല്ലെങ്കിൽ ആ ഒരു സിനിമ കെവിൻ ഫെയ്ജ് ആ ഒരു ഓഫർ വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് റൂമർ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, അവർ വരുന്നു. ഈ 2 സിനിമകൾ സീക്രട്ട് വാർ ഡൂംസ് ഡേ അവരാണ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് തരുന്നത്. കാരണം റൂസോ ബ്രദേഴ്സ് ലാസ്റ്റ് ഡയറക്റ്റ് ചെയ്ത മാർവൽ സിനിമ എൻഡ് ഗെയിമാണ്. അത് തന്നൊരു ഫീലിംഗ് അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ സിനിമയ്ക്ക് തരാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം പറയുകയാണെങ്കിൽ നോ വേ ഹോമൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ഫേസ് ഫോറിലെ എൻഡ് ഗെയിമിൽ നിർത്തുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാർവൽ നോക്കുക. മാർവൽ എന്താണ് കാണിച്ചിട്ടുള്ളത്? സ്റ്റോറി ഇല്ലായിരുന്നു, ഒരൊറ്റ സിനിമയ്ക്ക് സ്റ്റോറി ഇല്ലായിരുന്നു. നോ വേ ഹോം, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 3 ഈ 2 സിനിമകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരെന്താണ് കാണിച്ചത്? കുറേ ആർക്കും വേണ്ടാത്ത കുറേ സ്റ്റോറി എടുത്തിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഫെമിനിസം, സെക്ഷുവാലിറ്റി, LGBT കമ്മ്യൂണിറ്റി, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് നല്ല കുറേ ക്യാരക്ടേഴ്സിനെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. ഇപ്പം പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയുന്ന ക്യാരക്ടർ അവഞ്ചേഴ്സ് അല്ലെങ്കിൽ മാർവലിൽ തന്നെ MCUവിൽ തന്നെ ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടറാണ്. ഒരു കോമാളി വേഷമാണ് ദ മാർവൽസ് എന്ന് പറയുന്ന സീരീസിനകത്ത് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. മിസ് മാർവലിനകത്തും അത് കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാണ്ടാക്കി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മാഡ്നസ്, ഡോക്ടർ സ്റ്റേൻ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ഒരു നല്ല ത്രെഡ്, ഒരു കിഡിലൻ സംഭവമായിട്ട് എടുക്കാവുന്ന ഒരു സിനിമയായിരുന്നു. വാണ്ടയുടെയൊക്കെ ആ ഒരു എക്സ്ട്രീം ഈവിൾ സാധനമൊക്കെ കാണിക്കാവുന്ന ഒരു സിനിമയെ ഒരു ആവറേജ് സിനിമയാക്കിയാണ് അവർ കാണിച്ചത്. അതും പോട്ടെന്ന് വെക്കാം. ഹൾക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ, ബ്രൂസ് ബാനർ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ് കാണിച്ചത്? ഷീ ഹൾക്ക് എന്ന് പറയുന്ന സീരീസിൽ കൊണ്ടുവന്ന ആ ഒരു ക്യാരക്ടറെ നശിപ്പിച്ച് വൃത്തികേടാക്കി കളഞ്ഞു. അങ്ങനെ കുറേയധികം അസാസിനേഷൻ കാണിച്ചൊരു ഫേസായിരുന്നു. ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്, ഇപ്പം നല്ല സീരീസുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ലോക്കി കൊള്ളായിരുന്നു, മൂൺ നൈറ്റ് കൊള്ളായിരുന്നു, ഗ്രൂട്ട് കൊള്ളാം, ആനിമേഷൻ കൊണ്ട് X-Men 97 കൊള്ളായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം. ഏറ്റവും കൂടുതൽ, അതായത് നല്ലതുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നല്ലത് കൂടെ മറന്നു പോകുന്ന ഒരു ഫേസായിരുന്നു ഫേസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
പിന്നെ ഫേസ് 6 വന്നു, ആൻഡ്മാനിൽ തുടങ്ങി, ആൻഡ്മാൻ പാളിപ്പോയി. അത് കഴിഞ്ഞിട്ട് മാർവൽസ് വന്നു, ഫേസ് 6 മാർവൽസ് ഒക്കെ വരുന്നത്, അതെല്ലാം പാളിപ്പോയി. പിന്നെ ആ ഒരു ലോക്കി സീസൺ 3 വന്നപ്പോഴാണ് കുറച്ചൊന്ന് ബൂസ്റ്റായി വന്നതും. അവസാനം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ വന്നപ്പോൾ നമുക്ക് ആ ഒരു പഴയ ഒരു മാർവലിനെ തിരിച്ച് കിട്ടിയെന്നൊരു ഫീല് വരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഹോൾ എച്ചിൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. അത് കുറേ കോമഡി ട്രോളുകളുണ്ട്. അതായത് റയൻ റെനോൾഡ്സിൻ്റെ ഡെഡ്പൂളിനെ ഒരു ദിവസം മാർവൽ ജീസസ് ആക്കി വെക്കാൻ മാത്രമേ അവർക്ക് പറ്റുകയുള്ളൂ, അപ്പോഴത്തേക്ക് RDJ കൊണ്ടുവന്നു ഒറിജിനൽ മാർവൽ ജീസസിനെ കൊണ്ടുവന്നിട്ട് ഒരു സാത്താനാക്കി മാറ്റി. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RDJ എന്ന് പറയുന്ന ആക്ടർ എത്ര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണെങ്കിലും പുള്ളി ചെയ്യും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി എന്ത് ക്യാരക്ടർ കൊടുത്തെന്ന് പറഞ്ഞാൽ പുള്ളി ഈസിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യും. നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ ഇത്രയും, അതായത് നിങ്ങൾ MCU അല്ലെങ്കിൽ മാർവൽ കോമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പവർഫുൾ സൂപ്പർ വില്ലനാണ് ഈ വിക്ടർ വാൻ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടർ. ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന ആ ഒരു ടൈം ലൈൻ, ഫാന്റാസ്റ്റിക് ഫോർ ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിലാണ് പുള്ളിക്കാരൻ വരുന്നത്. ഒരു ഭയങ്കര മേജർ റോള് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു സൂപ്പർ വില്ലനാണ്. അപ്പം പുള്ളി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് MCU ഹീറോയാണ്. നമുക്കറിയാം പുള്ളി എങ്ങനെ വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ടോണി സ്റ്റാർക്ക് അല്ലെങ്കിൽ അയൺമാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഇപ്പോഴും ഉണ്ട്. അയൺമാനായിട്ടാണ് RDJ നമ്മൾ ഇപ്പം വെച്ചേക്കുന്നത്. ആ ഒരു ഒറ്റ ദിവസം വന്നിട്ട് പുള്ളി ഇനി ഒരു വില്ലനാണെന്ന് പറയുമ്പം നമ്മൾ ഇനി എങ്ങനെ ഇതിനെ കൊണ്ടുവരും? കാരണം ഒരു മാർവൽ ഗോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോണി സ്റ്റാർക്കായിട്ടാണ്. ടോണി സ്റ്റാർക്കാണ് ആ ഒരു മാർവൽ ഇതേപോലെ ഒരു ബിസിനസ് മൊത്തത്തിൽ മാർവൽ ബാങ്ക്രപ്റ്റ് ആവേണ്ട ഒരു സമയത്താണ് അയൺമാൻ ഫസ്റ്റ് വരുന്നതും മാർവലിൻ്റെ നല്ലൊരു ബിസിനസ് വരുന്നതും മാർവലിൻ്റെ ഒരു സേവിയറായിട്ട് RDJ വരുന്നതൊക്കെ. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോഴും കടന്നു പോയത്. അപ്പം ആ ഒരു സമയത്ത് പുള്ളിയെ കൊണ്ടുവരുന്നു. റൂസോ ബ്രദേഴ്സ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. റൂസോ ബ്രദേഴ്സിന് പണി അറിയാം. അതായത് എങ്ങനെ ഒരു മാർവൽ സിനിമ ചെയ്യണം എന്നറിയാം, എന്താണ് ഫാൻസിന് വേണ്ടത്, ഫാൻസ് ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നറിയാവുന്ന 2 ഡയറക്ടേഴ്സാണ്. അത് നിങ്ങൾ ആ ഒരു ഇന്നലത്തെ ആ ഒരു ഹോൾ എച്ചിൽ ഇവൻറ്റ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ സിമ്പിളായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടിടത്ത് RDJ കൊണ്ടുവന്നിട്ട് ഒരു ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഇൻട്രോ കൊടുക്കും, ആ ഒരു സാധനമാണ് ഇന്നലെ അവിടെ കണ്ടത്. ഭയങ്കരമായിട്ട് ഫാൻസിനെ ഒരു ഹോപ്പ് കൊടുക്കുന്നൊരു സാധനമൊക്കെയാണ്. പ്രത്യേകിച്ച് റൂസോ ബ്രദേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര പ്രതീക്ഷ. പുള്ളിക്കാരന്മാർ ഒരു വൺ ഓഫ് എ കൈൻഡ് ഡയറക്ടേഴ്സാണ്. അവർക്ക് എങ്ങനെ സൂപ്പർ ഹീറോസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യും, ഫാൻസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, അതെല്ലാം അവർക്കറിയാം. അവർ ഈ ഒരു സിനിമ ചെയ്യുന്നതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം കുറേയധികം ഫാൻസ് തിയറീസ് ഇപ്പോൾ തന്നെ ഉണ്ട്. 616 ഈ ഒരു സ്റ്റോറി നടക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഞാൻ ഏറ്റവും രസകരമായിട്ട് കണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റിനിടയ്ക്ക് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ വന്നിട്ട് മാസ്ക് ഇല്ലാതെ വിക്ടർ വാൻ ഡൂമിനെ കാണുന്ന സമയത്ത് മിസ്റ്റർ സ്റ്റാർക്ക് ഇസ് ദാറ്റ് യു എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് എല്ലാവർക്കും ഫേസ് വൈസ് നോക്കുകയാണെങ്കിൽ അത് ടോണിയാണ്, പക്ഷേ ടോണി അല്ലാതെ നമുക്കേ അറിയുള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ കണ്ട രസകരമായ 2 കോമിക്കൽ ഇവൻറ്റുകളുണ്ട്. ഒന്ന് അയൺമാൻ ദ ഡീമൻ ഇൻ ആർമർ എന്ന് പറയുന്ന ഒരു കോമിക്ക്. അതിനകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോണി സ്റ്റാർക്കും വിക്ടർ വാൻ ഡൂമും ഒരു റൂം ഷെയർ ചെയ്യുന്നു. അതായത് റീഡ് റിച്ചാർഡിൻ്റെ അടുത്താണ് അതാണ് ഒറിജിനൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ റീഡ് റിച്ചാർഡും വിക്ടറും ഒരുമിച്ച് റൂം ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈവിൾ ഹീറോ ആവുന്നത്. ഇത് അതിന് പകരം ടോണിയായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇവരൊരു പ്രോജക്റ്റിൽ ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് വിക്ടർ മനഃപൂർവ്വം ആ ഒരു മെഷീൻ എന്തോ ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആയി പോകുന്നു. അതായത് ടോണിയുടെ ബോഡിയിൽ വിക്ടറിൻ്റെ മൈൻഡിൽ ടോണിയുടെ ബോഡി. അപ്പം ടോണിയുടെ ബോഡിയിലുള്ള വിക്ടറിന് എല്ലാ ടെക്നോളജി ഉണ്ട്, റിച്ചാണ്. അങ്ങനെ പുള്ളിക്കാരൻ അയൺമാനായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നൊരു സാധനവും. അങ്ങനെ ഈ ഒരു ഡൂംസ്ഡേയുടെ അന്ന് കാണുന്ന അയൺമാൻ എന്ന് പറയുന്നത് സീക്രട്ട്ലി ഡോക്ടർ ഡൂമായിട്ടുള്ള ആ ഒരു ടോണിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കോമിക്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ കണ്ടത് ഇൻഫൻറ്റ് ഫേമസ് അയൺമാൻ എന്ന് പറയുന്നൊരു കോമിക്സിനെ പറ്റിയിട്ടാണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ അയൺമാനായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റുകളെല്ലാം അയൺമാനായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നു ടോണിയുടെ ബോഡിയിൽ. അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതാണ് അവരെടുക്കുന്നത്, ഈ 2 സ്റ്റോറിനെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു നല്ല സ്റ്റോറി അല്ല എന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല സ്റ്റോറി ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചുവരവാണ്. ഇതിനു മുമ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. 2023 സാന്റിയാഗോ കോമിക് കോണിൽ അനൗൺസ് ചെയ്ത ബ്ലേഡിൻ്റെ അവസ്ഥ എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ബ്ലേഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ബ്ലേഡ് സ്റ്റോറി കുറേ പേര് സ്ക്രിപ്റ്റ് എഴുതി, സ്ക്രിപ്റ്റൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അവരെല്ലാം ഫയർ ചെയ്യുന്നു. ഒരു ഡയറക്ടറെ ഫയർ ചെയ്യുന്നു. 3 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഒരു ഡയറക്ടറിനെ ഇതുവരെ ഫയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റോറി നന്നായിട്ട് വന്നിട്ടില്ല. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന് ആ ഒരു ബ്ലേഡിൻ്റെ അപ്പിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ഇപ്പോഴും സ്റ്റിൽ ഓണാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെ അത് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും ഈ സിനിമ ഇങ്ങനെ ഡൂംസ്ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് കാങ് ഡൈനാസ്റ്റിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അത് സംഭവിക്കാനൊന്നുമില്ല. ആ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ജൊനാഥൻ മേജർ ഇപ്പം ജയിലിലാണ്. നിങ്ങൾ അവർക്ക് കേസൊക്കെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പം ജൊനാഥൻ മേജറിനെ ഫയർ ചെയ്തു മാർവൽ. അപ്പം ആ ഒരു റോള് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് ആ ഒരു പോർഷൻ നോക്കാതെ, ആ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാതെ പുതിയൊരു സൈഡ് എക്സ്പ്ലോർ ചെയ്യുക. അതാണ് ഡോക്ടർ ഡൂമിനെ എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു പോർഷൻ എക്സ്പ്ലോർ ചെയ്ത് പുതിയൊരു സൈഡും പുതിയൊരു സ്റ്റോറിയും കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് സീക്രട്ട് വാറും ഡൂംസ്ഡേ ആയത്. മറ്റേ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഇനി നിങ്ങൾ കാങ്ങിനെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇനി ഒരു പുതിയ ക്യാരക്ടറിനെ അല്ലെങ്കിൽ പുതിയൊരു ആക്ടറിനെ അവർ സെലക്ട് ചെയ്യേണ്ടി വരും. ഇതുവരെ ആരെയും അങ്ങനെ ചൂസ് ചെയ്തിട്ടില്ല, ഹയർ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം ഇന്നലത്തെ ആ ഒരു സംഭവം ഞാൻ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ ഇത്രയും നാൾ കണ്ട ഒരു ടോണി സ്റ്റാർക്കിൻ്റെ വേറൊരു ഫേസ് നമ്മൾ കാണണം എന്നുള്ളതാണ്. RDJ ഇട്ട ക്യാപ്ഷൻ നൈസായിരുന്നു. ന്യൂ മാസ്ക് സെയിം ടാസ്ക് എന്നുള്ളത്. അതായത് പഴയ ടാസ്ക് തന്നെയാണ് പുള്ളി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അയൺമാൻ്റെ റോളായിട്ട് തന്നെയാണോ ഇതിനെ വില്ലൻ ക്യാരക്ടറാണ്. എന്തായാലും പോസിറ്റീവായിട്ട് കാണിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി എന്താണ് ഇവർ ചെയ്യാനായിട്ട് പോകുന്നത്? മാർവൽ ജീസസിനെ ഒരു മാർവൽ സാത്താനായിട്ട് കാണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ലോട്ട് ഓഫ് സാധനം ഉണ്ടത്. ഇനി റൂസോ ബ്രദേഴ്സിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സേഫായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പം ബ്രേവ് ന്യൂ വേൾഡ്, ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ ഫാന്റാസ്റ്റിക് ഫോർ വരും. അത് കഴിഞ്ഞ് 2026 ഈ ഒരു സിനിമ വരും എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. മാർവലിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ മാർവൽ പല പ്രോജക്റ്റുകളും ബിഹൈൻഡ് ദ ഡേറ്റ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതിപ്പം ക്യാപ്റ്റൻ അമേരിക്ക ആയാലും തന്നെ ഇതിനു മുമ്പ് റിലീസാണ്. ഈ വർഷം ആദ്യം റിലീസാവേണ്ട സിനിമയാണ് ഇതുവരെ റിലീസാവാതെ പോയതൊക്കെ. മാർവലിന് ഇപ്പോൾ ഒരു പ്രതീക്ഷ നൽകിയത് ഷോൺ ലെവിയും റയൻ റെനോൾഡ്സും ഹ്യൂ ജാക്ക്മാനും തന്നെയാണ്. ഒരു മാർവലിൻ്റെ ഒരു പഴയ കളക്ഷനൊക്കെ ഈ ഒരു സിനിമ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ തിരിച്ചു കൊണ്ടുവരുന്നു. ഫാൻസിനൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരിക. അതാ നിങ്ങൾക്ക് ആ ഒരു ഇന്നലത്തെ ഒരു ഇവൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻറ്റ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മൊത്തത്തിൽ ആ ഒരു RDJ മയമാണ് എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു സിനിമ പ്രതീക്ഷിക്കാം. നല്ല സിനിമകൾ അല്ലെങ്കിൽ നല്ലൊരു സാധനം എക്സ്പ്ലോർ ചെയ്യും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എൻഡ് ഗെയിമിന് ശേഷം ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോട്ടിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങളും ഒരുപാട് സ്റ്റോറികളുണ്ട്. ഇവർ ആ ഒരു അവഞ്ചേഴ്സ് എന്നുള്ളതിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല എന്നുള്ള ഒരു തോട്ട് ആ ഒരു കുറേ ക്യാരക്ടേഴ്സിൽ മാത്രം ഒതുങ്ങിപ്പോയി. അല്ലെങ്കിൽ പുതിയ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു സാധനം ഇവർ ഇതുവരെ അങ്ങോട്ടൊരു വന്നിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫാന്റാസ്റ്റിക് ഫോറൊക്കെ ആദ്യമേ കൊണ്ടുവരായിരുന്നു, ബ്ലേഡ് കൊണ്ടുവരായിരുന്നെങ്കിൽ എത്ര സ്റ്റോറികളുണ്ടായിരുന്നു. പല സാധനങ്ങൾ, പല യൂണിവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇവരതൊന്നും കൊണ്ടുവന്നില്ല. ഇനി എന്താണ് ഇവർ ചെയ്യാനായിട്ട് പോകുന്നത്? ഈ ഒരു 3 പ്രോജക്റ്റുകൾ കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ വരും? അടുത്ത അപ്ഡേറ്റുകളൊക്കെ വരേണ്ടി വരും. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഹെൻറി ക്യാവലിൻ്റെ അപ്പിയറൻസ് ആണ് മാർവലിൽ. അത് ഭയങ്കര ഒരു പോസിറ്റീവ് സാധനമാണ്. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി സൂപ്പർമാൻ എന്ന് പറയുന്ന റോള് പോയി, ഗെറാൾട്ട് ഓഫ് റിവിയ എന്ന് പറയുന്ന ആ ഒരു റോള് പോയി. അങ്ങനെ അതെല്ലാം പോയിട്ട് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് നിൽക്കാതെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സിനിമയിൽ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ പറഞ്ഞ് ഹെൻറി ക്യാവലിനെ ഒരു ക്യാമിയോ ആയിട്ട് കാണുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് മാർവലിലേക്ക് വന്നുകൂടാ പുള്ളിക്കാരൻ? മാർവലിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ ഇഷ്ടംപോലെ റോളുകളൊക്കെ ഉണ്ട്. എന്ത് റോള് വേണമെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ പഴയ ഒരു ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ജോണിയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സിനിമ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന് പോയി കാണുക. കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാകും. ഇനി വരുന്ന സിനിമകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ടോണി തിരിച്ചു വന്നു. ടോണിയല്ല, RDJ തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഡോക്ടർ ഡൂം എന്തൊക്കെ ചെയ്യും? നമുക്ക് വിശ്വാസമുണ്ട്. RDJ എന്ന് പറയുന്ന ആക്ടറിൽ 100% വിശ്വാസമുണ്ട് നമുക്ക്. ഇനി എന്ത് റോള് കൊടുത്താലും, ഇനി എത്ര കോംപ്ലിക്കേറ്റഡ് റോളാണെങ്കിലും പുള്ളി അത് പെർഫെക്റ്റായിട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷേ മാർവലിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയാണ് നമുക്കിപ്പോൾ പേടിക്കേണ്ടത്. അതിപ്പം റൂസോ ബ്രദേഴ്സ് ഉണ്ടായതുകൊണ്ടും അവരാണ് സ്റ്റോറി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്യുന്നതാണെങ്കിൽ ദേ സ്ക്രീൻ ആൻഡ് ഡു എ ബെറ്റർ ജോബ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇനിയെങ്കിലും നന്നായിട്ട് ചെയ്യുക എന്നാണ് ഞാൻ പറയുക. കാരണം അടുത്ത വർഷം DC ആ സൂപ്പർമാനൊക്കെ വരുമ്പോഴത്തേക്ക് DCയും കൂടെ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ഹാപ്പിയാകും.
അങ്ങനെ ഇതാണ് ആ ഒരു സാന്റിയാഗോ കോമിക്കോണിൽ ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് മാർവൽ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഫാന്റാസ്റ്റിക് ഫോർ, തണ്ടർ ബോൾട്സ്, പിന്നെ ആദിജർ ഇൻട്രൊഡക്ഷൻ, ബാക്കി ഞാൻ പറഞ്ഞ 2 സിനിമകൾ ഡൂംസ്ഡേയും സീക്രട്ട് വാർസും ഇത്രയുമാണ്. പിന്നെ വേറെ സീരീസുകളെ പറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അല്ലാതെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. എക്സ്മെൻ എന്ന് പറയുന്ന സാധനത്തെ എന്ന് കൊണ്ടുവരും എന്നൊക്കെ. അതൊക്കെ നമുക്ക് വഴിയെ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാം. എക്സ്മെൻ എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം വൂൾവറിൻ വന്നു, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനകത്ത് സേവിയറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഫുള്ളായിട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പം ആ ഒരു സാധനമൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഒരു 2, 3, 4 വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സിനിമ 2026 കാണാം, അല്ലെങ്കിൽ 2027 കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ കണ്ട അവഞ്ചേഴ്സിനെ ഒന്നും അതിനകത്ത് പ്രതീക്ഷിക്കില്ല. ഇങ്ങനത്തെ പ്രതീക്ഷിച്ച് പോകരുത്. ഇനി കാണാനായിട്ട് പുതിയ അവഞ്ചേഴ്സിനെയാണ്. മറ്റേ യങ് അവഞ്ചേഴ്സ് ഉണ്ടല്ലോ, അവരെ ഒന്നും കൊണ്ടുവരത്തൊന്നുമില്ല. നമ്മളിപ്പോൾ കണ്ട യൂണിവേഴ്സും ആയിരിക്കത്തില്ല. പക്ഷേ സ്പൈഡർമാൻ ഏത് സ്പൈഡർമാൻ ആണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഉണ്ട്. അത് ടോബിയുടെ ആണോ അല്ലെങ്കിൽ ടോം ഹോളണ്ടിൻ്റെ ആണോ എന്നൊക്കെ, ആൻഡ്രൂവിൻ്റെ ആണോ എന്ന് 3 പേരുടെ ഇതിലാരുടെ ആണെന്ന് ഇതുവരെ പറഞ്ഞില്ല. കാരണം ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 616-ലാണ്, ബാക്കി 2 പേരുടെ യൂണിവേഴ്സ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഏത് യൂണിവേഴ്സിലാണ് ഈ സീക്രട്ട് വാർ ആക്ച്വലി നടക്കുന്നത് 616-ഉം 1610 ഈ 2 യൂണിവേഴ്സുകൾ തമ്മിൽ ഉള്ള എന്തോ ഇൻഫ്ലിക്റ്റൊക്കെ എന്തോ ആണ്. ഈ 2 യൂണിവേഴ്സും എന്തോ ഡിസ്ട്രോയ് ആകും, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് ഈ ഒരു സീക്രട്ട് വാറിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പം അതെങ്ങനെ ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യും, എങ്ങനെയാണ് ഇവർ ഈ ഒരു സ്റ്റോറി സിനിമയായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്? കാരണം കോമിക്സിലുള്ള പോലെ സിനിമയായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഡിഫറെൻ്റ് അപ്രോച്ച് ആയിരിക്കും ഇവർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും RDJ ഒരു മേജർ റോൾ ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് കാണാം എങ്ങനെയാണ് പുള്ളി ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളതെന്ന്. ആകെ പ്രതീക്ഷ റൂസോ ബ്രദേഴ്സിലാണ്. അപ്പം എന്തായാലും ഒരു നല്ല ഹോപ്പ് ആയിക്കൊണ്ട് ഒരു നല്ല വർത്തായിട്ടുള്ളൊരു കോമിക്കോൺ ആയിരുന്നു ഈ വർഷത്തെ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷത്തെയൊക്കെ വെറും മോശം കോമിക്കോണായിരുന്നു. ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം ഫാൻസ് അവിടെ പോയ ഫാൻസ് പോലും ഒന്നുമില്ല. പക്ഷേ ഈ വർഷത്തെ ഭയങ്കര പുറത്തായിരുന്നു. അത് നേരിട്ട് കണ്ട ആളുകൾക്ക് കാണും. ഇപ്പം നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നേരിട്ട് കണ്ട ആളുകൾ ഭയങ്കര. ഇപ്പം ദ റിയൽ സൂപ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുണ്ട്, ഞാൻ പുള്ളിക്കാരനാണ് ഫോളോ ചെയ്യുന്നത്. അവൻ പോയിട്ടുണ്ടായിരുന്നു കോമിക്കോണിൽ. ഈ വാസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. അതും RDJയുടെ ഇൻട്രോയൊക്കെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രീം കം ട്രൂ മൊമെൻ്റാണ് അതൊക്കെ. അത് നമുക്ക് പറ്റില്ല. എന്തായാലും വൺ ഡേ പറ്റുമായിരിക്കാം. എന്തായാലും ഇതാണ് ആ ഒരു കോമിക്കോണിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മാർവൽ ജീസസ് സാത്താനായിട്ട് വന്നു. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.